PSC അംഗങ്ങളുടെ ശമ്പള വർധന. ഈ ശമ്പള വർധനയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ആനുകൂല്യങ്ങൾ നിഷേധിക്കുമ്പോഴാണ് PSC അംഗങ്ങളോടുള്ള സർക്കാരിന്റെ കരുതലെന്നും വിമർശനമുണ്ട്. സർക്കാർ നടപടി ഇടത് അനുഭാവികളെ സഹായിക്കാനെന്ന് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് സംഘ് BMS പ്രതികരിച്ചു. PSC അംഗങ്ങൾക്കുള്ള ശമ്പളം വാരിക്കോരി നൽകിയതിൽ വ്യാപക പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ആനുകൂല്യങ്ങൾ നിഷേധിക്കുമ്പോഴാണ് സർക്കാരിന്റെ ഈ കരുതലെന്നാണ് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് സംഘ് BMS വിമർശിക്കുന്നത്. സർക്കാരിന്റെ നോമിനികളായിട്ട് വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇവർക്കെല്ലാം വർദ്ധിതമായ ശമ്പളം വർദ്ധിപ്പിക്കുന്നതിലൂടെ ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത് അല്ലെങ്കിൽ പാർട്ടി ലക്ഷ്യമിടുന്നത് പാർട്ടിക്ക് ആവശ്യമായിട്ടുള്ള ലെവി ഇവരിൽ നിന്ന് പരമാവധി പിരിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യമാണ്. കൂടുതൽ ലെവി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആർക്ക് നിന്നാണ് കൂടുതൽ ലെവി പാർട്ടിക്ക് കിട്ടുന്നത് അവർക്ക് കൂടുതൽ ശമ്പളം കൊടുക്കുക എന്നുള്ള തന്ത്രമാണ് ഇതിന്റെ പിന്നിലുള്ളത്. സർക്കാരിന്റെ നടപടി ഇടതുപക്ഷ അനുഭാവികളായ അംഗങ്ങൾക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കി തീർക്കുന്നതിന്റെ ഭാഗമായിട്ടാണെന്നും സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് സംഘ് BMS വിമർശിക്കുന്നു. സംസ്ഥാനത്തെ ഇടത് ഗവൺമെന്റിന്റെ അനുഭാവികളായിട്ടും അവരുടേതായ കുറെ ആൾക്കാരെയും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ നിയമിച്ചിട്ടുണ്ട്. അവർക്ക് കൂടുതലായിട്ട് സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുക എന്ന ഒരു കപട ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ PSC അംഗങ്ങൾക്കും ശമ്പളം കൂട്ടിയിരിക്കുന്നത്. നിലവിൽ ചെയർമാന് അടിസ്ഥാന ശമ്പളം 76,000 രൂപയാണ്. വിവിധ അലവൻസുകൾ ഉൾപ്പെടെ 2.26 ലക്ഷം രൂപയാണ് പ്രതിമാസം ലഭിക്കുക. അംഗങ്ങൾക്ക് അടിസ്ഥാന ശമ്പളം 70,000 രൂപയാണ്. അലവൻസ് ഉൾപ്പെടെ 2.23 ലക്ഷം രൂപ വരെ ലഭിക്കും. ഈ നീക്കമാണ് വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നത്. ജനം, തിരുവനന്തപുരം.